ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. ശർക്കര ഇപ്പോൾ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് അരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ. അപ്പൊ ശർക്കര ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പോളം വരും കേട്ടോ. 250 ml കപ്പിന് 1 കപ്പ്. അപ്പൊ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർക്കാം. ഇനി തേങ്ങയും ശർക്കരപ്പാനിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 2 നേന്ത്രപ്പഴമാണ്. ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ ഈ ബനാന കുക്കായി വന്നോളും. അപ്പൊ നല്ല പഴുത്ത ബനാന നോക്കി എടുക്കട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ മിക്സായി വന്നോളും. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ മിക്സിന്. അപ്പൊ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ബനാന അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ നീ വേവാതെ കിടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്താലും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് ബ്രെഡ് പൊടിച്ചതാണ്. അപ്പം ഞാൻ 2 ബ്രെഡാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ബ്രെഡിന്റെ അരികു വശമൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പൊ ബ്രെഡ് പൊടിച്ചതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം വേണം നമ്മുടെ സ്നാക്ക് റെഡിയാക്കാൻ. ഇനി കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തണുപ്പിച്ചെടുത്ത മിക്സ് ഒരു ബൗളിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നല്ല ലഡുവിൻ്റെ ഷേപ്പിലൊക്കെയാണ് ആക്കിയെടുക്കുന്നത് കേട്ടോ. നല്ലൊരു ബോൾസ് ആക്കി എടുത്താൽ മതി. അപ്പോൾ കയ്യിൽ എണ്ണ തടവി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുക. അപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രെഡ് പൊടിച്ചതിൽ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി 2 ബ്രെഡും കൂടി അരികു വശമൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ മൊത്തം 4 ബ്രെഡ് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബനാന ബോൾസ് എല്ലാം ബ്രെഡ് പൊടിച്ചതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ബനാന എടുക്കുമ്പോൾ നല്ല പഴുത്തത് നോക്കിയെടുക്കുക. എന്നാലാണ് പെട്ടെന്ന് ബനാനയൊക്കെ വാടി വരുള്ളൂ. അപ്പോൾ നന്നായി വാട്ടിയെടുത്ത ബനാന കൊണ്ട് മാത്രമേ നല്ല ഷേപ്പിൽ നമുക്ക് ബോൾസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം ബ്രെഡ് പൊടിച്ചതിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് അങ്ങനെ തന്നെ കഴിക്കാം. ഞാനിപ്പോൾ ഇത് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയിൽ ഫ്രൈ ചെയ്യാതെ അങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാട്ടോ. എന്നാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. എണ്ണ നന്നായി ചൂടായതിനു ശേഷം വേണം ഇതിലേക്ക് ബോൾസ് ഇട്ട് കൊടുക്കാൻ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ടൊക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഇത്രയും ഓയിലിൽ ഇത് ഫ്രൈ ചെയ്യണം എന്നില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. കാരണം ആൾറെഡി നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും കുക്കായതാണ്. അപ്പോൾ ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ സ്നാക്ക് തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി. പുറമെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്നാക്ക് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഓയിൽ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി അതിനുശേഷം ഒരു ടിഷ്യൂ പേപ്പറിലേക്കൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലുള്ള ഓയിലൊക്കെ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ബ്രെഡ് പൊടിച്ചതിൽ ജസ്റ്റ് ഒന്നും കൂടെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുള്ള കാര്യമല്ല കേട്ടോ. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ബ്രെഡ് പൊടിച്ചതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ നേന്ത്രപ്പഴം സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ്. അതേസമയം നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്